പാതിവില തട്ടിപ്പിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിനുള്ള ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ചിറ്റൂരിലുള്ള മന്ത്രിയുടെ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് നടത്തി. പോസ്റ്റ് ഓഫീസിന് സമീപത്തു നിന്നാണ് ബിജെപി മാർച്ച് ആരംഭിച്ചത്. മന്ത്രിയുടെ ഓഫീസിന് സമീപത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം മുഴക്കി. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ താഴെ ഇറക്കിയതിനാൽ സംഘർഷം ഒഴിവായി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി AK ഓമനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ മന്ത്രി അതിമോഹം കൊണ്ടല്ല, ഈ ആളുകൾ നിങ്ങളുടെ ഓഫീസിലേക്ക് ഓടിയെത്തിയത് അതിമോഹം കൊണ്ടല്ല, നിങ്ങളിൽ ഉണ്ടായിരുന്ന വിശ്വാസം കൊണ്ടായിരുന്നു. നിങ്ങളുടെ വിശ്വാസമായിരുന്നു ഇതൊരു മന്ത്രിയാണ്, ഈ മന്ത്രിയുടെ ഓഫീസിൽ ഒരിക്കലും വഞ്ചന ഉണ്ടാവില്ല എന്ന് ചിന്തിച്ചു. ഏറ്റവും വലിയ വഞ്ചകനാണ് എന്ന് നിങ്ങളെ മനസ്സിലാക്കുന്നതിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി. ഇത്രയും വലിയ വഞ്ചകനാണ് കൃഷ്ണൻകുട്ടി എന്ന് ഇപ്പോഴാണ് ജനതാദളിന്റെ പ്രവർത്തകർ പോലും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ധൈര്യം കൊണ്ടാണ് ഒന്നുമില്ല എന്ന് പറയുന്നത്? എന്റെ ഓഫീസിലല്ല, ഈ ഓഫീസ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി ചിന്തിക്കുന്നത് അദ്ദേഹം ഇരിക്കുന്ന ചെയറിന്റെ വലിപ്പത്തിലുള്ള ഏരിയയാണോ? ഞങ്ങളുടെ എല്ലാം നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്ന കെട്ടിടം, MLA ഫണ്ടിൽ നിന്നും വാടക കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന കെട്ടിടം, ആ കെട്ടിടത്തിനകത്ത് ഇരിക്കുന്ന ആളുകളെ പറയുന്നു ഞങ്ങൾക്ക് ബന്ധമില്ല. ഈ പ്രീതി രാജനെ ഇവിടെ കൊണ്ട് എത്തിച്ചതിൽ ജനതാദളിന്റെ സംസ്ഥാന നേതാക്കന്മാർ, ചിറ്റൂരിലെ സംസ്ഥാന നേതാക്കന്മാർക്ക് പങ്കില്ലേ? അവരൊന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണ്. ഈ പറയുന്ന മുരുകദാസിന് ഇതിൽ പങ്കില്ല. പ്രാഥമിക യോഗത്തിൽ പങ്കെടുത്ത മുരുകദാസൻ, ആ മുരുകദാസിന് ഇതിൽ പങ്കില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ പറയണം. ഞങ്ങളെ സംബന്ധിച്ച് കൃഷ്ണൻകുട്ടി കഴിഞ്ഞ ദിവസം വരെയും ഞങ്ങൾ ചിന്തിച്ചത് കൃഷ്ണൻകുട്ടി ഒരുപക്ഷെ നിരപരാധിയായിരിക്കാം. ഓഫീസിലെ ചില വ്യക്തികൾ ചൂഷണം ചെയ്തതായിരിക്കാമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് കൃഷ്ണൻകുട്ടിക്കും ഇതിൽ പങ്കുണ്ട്. പങ്കില്ല എങ്കിൽ ആ ഓഫീസിനകത്ത് ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയ ആളുകളെ ഇപ്പോഴും ആ പാർട്ടിയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം കൃഷ്ണൻകുട്ടിക്കും ഇതേ എല്ലാ തട്ടിപ്പിലും പങ്കാളിത്തമുണ്ട് എന്നതാണ്. കൊഴിഞ്ഞാമ്പാറ മണ്ഡലം പ്രസിഡന്റ് AK മോഹൻദാസ് അധ്യക്ഷനായി. സംസ്ഥാന കൗൺസിൽ അംഗം ബാലകൃഷ്ണൻ, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി K ഷിന എന്നിവർ പ്രസംഗിച്ചു. ചിറ്റൂർ മണ്ഡലം പ്രസിഡന്റ് രമേശ് സ്വാഗതം പറഞ്ഞു.